കേന്ദ്ര സർക്കാരിന്റെ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റിന്റെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരള ദിനേശിന്റെ സ്റ്റാൾ തുറന്നു. കണ്ണൂർ സ്റ്റേഷൻ മാനേജർ എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോക്കനട്ട് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സ്റ്റാളിൽ ലഭ്യമാവുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും കേരള ദിനേശിന്റെ കോക്കനട്ട് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. കേന്ദ്ര സർക്കാരിന്റെ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റിന്റെ ഭാഗമായി അടുത്ത മാസം 17 വരെയാണ് ദിനേശിന്റെ സ്റ്റാൾ പ്രവർത്തിക്കുക. തേങ്ങാപ്പാൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെയുള്ള തേങ്ങയുടെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലുള്ളത്. കണ്ണൂർ സ്റ്റേഷൻ മാനേജർ എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള ഈ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റിലൂടെ അതിനെ വമ്പിച്ച ഒരു വിപണി കിട്ടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അഡ്വർടൈസ്മെന്റ് വളരെ നല്ല നിലയിൽ ഈ ഒരു സംരംഭത്തിലൂടെ ഇവിടെ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് കേരള ദിനേശിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു. നമ്മളിപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ കേരള ദിനേശ് ആ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റിലൂടെ ഇവിടെ ഒരു സ്റ്റാള് ആരംഭിച്ചപ്പോൾ ദിനേശിൻ്റെ ഒരു പ്രചരണം ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കേരള ജനങ്ങളിൽ എത്തിക്കുക, അതിനാവശ്യമായ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇവിടെ വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ ദിനേശിൻ്റെ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ വിതരണം ചെയ്തു വരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ചീഫ് കമേഴ്സ്യൽ ഇൻസ്പെക്ടർ പി വി രാജീവ് കുമാർ, സെക്രട്ടറി എം കിഷോർ കുമാർ, കേന്ദ്ര സംഘം ഡയറക്ടർ വാഴയിൽ സതി, കമേഴ്സ്യൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ കോളിൻ സാമുവൽ, മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.